നമ്മൾ ഈ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തുന്ന ഒരു പ്രകോപനം വലിയ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റാഫേൽ വിമാനങ്ങളൊക്കെ സജ്ജമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സജ്ജമാക്കി കഴിഞ്ഞു. പക്ഷേ നിരന്തരം ഇവർ ഈ പ്രകോപനം ഉണ്ടാക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ഇന്ത്യ യുദ്ധം തുടങ്ങി വയ്ക്കണം എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ടാണ്. ഇന്ത്യ യുദ്ധം തുടങ്ങി നീതു. അതിനകത്ത് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു യുദ്ധ പ്രഖ്യാപനം ഒന്നും തുടങ്ങിയിട്ടില്ലെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. അതായത് 3000-ഓളം കിലോമീറ്റർ വരുന്ന അതിർത്തിയിൽ സംഘർഷം വളരെ രൂക്ഷമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തീർത്ത് ഇപ്പൊ രാവിലെ എപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പിന്നെ അതിനകത്ത് ഡിപ്ലോമാറ്റിക് സ്ട്രൈക്ക് നടത്തിയതിനു ശേഷം ഇന്ത്യ ഈ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തുന്നതിന് മുമ്പ് ഇന്ത്യ വലിയ രീതിയിൽ കാര്യങ്ങൾ എല്ലാ രാജ്യങ്ങളെയും ധരിപ്പിച്ചതിന് ശേഷമേ അതിന്റെ ഒരു ഞാൻ പറഞ്ഞതുപോലെ ഔദ്യോഗികമായിട്ടൊരു അറ്റാക്ക് നടത്താൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ എല്ലാത്തിനും തയ്യാറായിട്ടുണ്ട്. അറ്റാക്ക് നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന് തെളിവാണ് അമേരിക്കയിൽ നിന്ന് ഈ എനിക്കൊന്ന് രാജസ്ഥാനിലാന്ന് തോന്നുന്നു, അമേരിക്കയിൽ നിന്നുള്ള എയർഫോഴ്സ് വിമാനം ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഫൈറ്റർ വിമാനങ്ങൾ എയർഫോഴ്സിന്റെ ഇസ്രായേലിൽ നിന്ന് ഇപ്പൊ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം വരണമെങ്കിൽ അതിനകത്ത് മറ്റ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യങ്ങളുടെ ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അവര് ആവശ്യപ്പെട്ട് വന്നിട്ടുള്ളതാവും. അതിനൊക്കെ ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും, അല്ലാതെ ചുമ്മാതൊന്നും വരത്തില്ലല്ലോ. അപ്പം അതുപോലെ അതിർത്തിയിൽ INS കാര്യം കഴിഞ്ഞ ദിവസം അറിയാമല്ലോ. അത് എല്ലാ രീതിയിലും പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിക്കൊടുത്തു. നമ്മളുടെ യുദ്ധവിമാനങ്ങൾ പറപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ അഭ്യാസ പ്രകടനം, അതിൽ ഷോ മാച്ച് അല്ല നടത്തിയേക്കുന്നത്. അതായത് ആ യുദ്ധവിമാനങ്ങൾ റാഫേൽ ഉൾപ്പെടെയുള്ളത് പറത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അത് പറത്താൻ കയറിയിരിക്കുന്ന പൈലറ്റുമാരെന്ന് പറഞ്ഞാൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വിദഗ്ധരായിട്ടുള്ള ആൾക്കാരാണ്. കാരണം അവര് സാധാരണ ഒരു നമ്മുടെ ഈ അല്ലെങ്കിൽ സൈനിക അഭ്യാസം എന്നുള്ള രീതിയിലുള്ള പറക്കലല്ല, യുദ്ധത്തിന് മുമ്പ് ഒരു പ്രാക്ടീസ് അത് എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് ആ വിമാനം കൊണ്ട് ആവശ്യമെങ്കിൽ യുദ്ധത്തിന് പോകണം. അത്ര സീനിയർ ആയിട്ടുള്ള വിദഗ്ധന്മാരായിട്ടുള്ള പൈലറ്റുമാർ തന്നെയാണ് അതിന് തയ്യാറെടുത്തിട്ടുള്ളത്. അപ്പം ഇപ്പം ഈ ലോകരാജ്യങ്ങൾ മൊത്തം, അപ്പൊ ഞാൻ ഈ പറഞ്ഞ തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു കാര്യം അറിയാം, നമ്മൾ യുദ്ധത്തിന് എതിരാണല്ലോ. നമ്മൾ എവിടെ യുദ്ധം നടന്നാലും യുദ്ധം വേണ്ട എന്ന് പറയുന്ന ഒരു രാജ്യവും അത്തരത്തിലുള്ള ഒരു നീക്കമുള്ളതാണ്. അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് തിരിച്ചടിക്കുന്നതിനകത്ത് യാതൊരു തർക്കവുമില്ലെന്ന് പറയും. ഇപ്പൊ അതിർത്തി കടന്നുള്ള ആക്രമണം നടക്കുന്നത് ഇപ്പൊ അതിർത്തിയിലാണ് സംഘർഷം നടക്കുന്നത്. അപ്പം നമ്മളുടെ കഴിഞ്ഞ ദിവസം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മളതിനുള്ള തയ്യാറെടുപ്പുകൾ വലിയ വലിപ്പത്തിലാണ്. കാരണം ഈ ഒരു യുദ്ധത്തിനകത്ത് രണ്ട് ചേരിയാവാൻ പാടില്ല എന്ന് ഒരുപക്ഷെ നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തെ മൊത്തവും നമ്മളുടെ ഭാഗത്ത് നിർത്തി അല്ലെങ്കിൽ ഈ പറയുന്ന പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഇപ്പൊ ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും, എനിക്ക് തോന്നുന്നു തുർക്കി മാത്രമാണ് ഈ പാകിസ്ഥാൻ അനുകൂലം, അമേരിക്കയിലെ പാകിസ്ഥാൻ അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. അതന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി തുർക്കിയിൽ ഉണ്ടായിരുന്നു ഈ സംഭവം നടക്കുന്ന ദിവസം. അതുകൊണ്ട് അത്തരത്തിൽ അയാൾ കൂടെ നിന്നപ്പോൾ എന്തോ ഒരു അനുകൂലമായിട്ട് സംസാരിച്ചു എന്ന് വേണം കരുതാൻ. പിന്നെ തുർക്കി ഉണ്ട്, ചൈന ഉൾപ്പെടെ ഉള്ളത് അവലംബിച്ചിട്ടുണ്ട്. അപ്പം 40ഓളം രാജ്യങ്ങളുടെ പ്രതിനിധികളെ ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി വിളിച്ചു വരുത്തി സംസാരിച്ചിട്ടുണ്ട്. നമ്മളുടെ സൗഹൃദ രാജ്യങ്ങൾ, അതിനകത്ത് ലോകത്തെ ഏറ്റവും എണ്ണപ്പെട്ട രാജ്യങ്ങൾ തന്നെയാണ്. ആ രാജ്യങ്ങളെല്ലാം വിളിച്ചു വരുത്തി, സൗഹൃദ രാജ്യങ്ങളെടുത്ത് വിളിച്ചു വരുത്തി എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്താണ് ചെയ്തിരിക്കുന്നത്, ഇത്രയും കാലം കൊണ്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. അപ്പൊ അതാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്, അല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. അല്ലെങ്കിൽ യുദ്ധം എന്തുകൊണ്ട് ചെയ്യുന്നു ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്നുള്ള രീതിയിലാണ് ഈ സൗഹൃദ രാജ്യങ്ങളെ ബോധ്യപ്പെടുന്നത്. അപ്പം അതിന്റെ കൂടെ തന്നെ ഇന്നലെ ഈ പറയുന്നത് പോലെ പാകിസ്ഥാനെ ഉൾപ്പെടെ സഹായിക്കുന്ന ഖത്തറായാലും ശരി, മറ്റ് മുസ്ലിം രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ പ്രസ്താവനകൾ ഇറക്കി കഴിഞ്ഞു. അപ്പം ഇതിനെ അനുകൂലിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ സൗദി അറേബ്യ പ്രത്യേകിച്ച് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അതിർത്തി കടന്നുള്ള ടെററിസം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, അതിർത്തി കടന്നുള്ള നീക്കമാണ് ഇന്ത്യ നടന്നിരിക്കുന്നത്. അതിർത്തി കടന്ന് ഈ പറയുന്നത് പോലെ ഭീകരവാദികളെ കടത്തിവിട്ട് ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന രീതി പാകിസ്ഥാൻ വളരെ കൂടുതലായിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ പറഞ്ഞ പശ്ചിമേഷ്യ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇസ്രായേലിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ പാറ്റേൺ ആണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മൊസാദ് ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയിൽ വന്നിട്ട് ഈ മൊസാദിന്റെ തലവന്മാരുമായിട്ട് ഈ ആക്രമണത്തിന് മുമ്പ് പട്ടാള മേധാവി, പാകിസ്ഥാന്റെ പട്ടാള മേധാവി സംസാരിക്കും. അപ്പൊ എല്ലാത്തിനും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷെ തെളിവുകളെല്ലാം ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ആരും പാകിസ്ഥാന്റെ കൂടെ ഇല്ലാത്ത ഒരു അവസരത്തിൽ പാകിസ്ഥാൻ
പ്രകോപനങ്ങൾ വളരെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പുറകിൽ ഇന്ത്യ സൂക്ഷിക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ ഇത്തരത്തിൽ പ്രകോപനം നടത്തണമെങ്കിൽ ആരും കൂടെ ഇല്ലാത്തപ്പോൾ ഇത്തരത്തിലൊരു ഓപ്പറേഷന്റെ പിറകിൽ ആരോ കൃത്യമായിട്ട്, അല്ലെങ്കിൽ പാകിസ്ഥാന് ഞങ്ങൾ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതിന് പാകിസ്ഥാനെ കൊണ്ട് ചെയ്യിക്കുന്നതിന് ആരോ ഉണ്ടോ എന്ന് ഉദ്ദേശിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം യുദ്ധം അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള അറ്റാക്ക് എന്നുള്ള കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. അതിനെല്ലാ ഇന്ത്യയിലെല്ലാം സജ്ജമാണ്. ഇന്ത്യയിലെ വ്യോമ, നാവിക, കരസേന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗ്രൂപ്പുകളെല്ലാം അതിന് സജ്ജമായിട്ട് അതിർത്തിയിൽ വേണ്ട വിധത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ INS ഉൾപ്പെടെ, വിക്രാന്ത് ഉൾപ്പെടെയുള്ള മുങ്ങിക്കപ്പലുകൾ അതിനു വേണ്ടിയുള്ള സജ്ജീകരണം നടത്തിയിട്ടുണ്ട്. നമ്മളെ സൗഹൃദ രാജ്യങ്ങൾ എല്ലാ യുദ്ധവും വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. കാർഗിൽ യുദ്ധത്തിന്റെ സമയത്തായാലും ബാലാക്കോട്ട് ഭീകരാക്രമണത്തിന് തിരിച്ചടി കൊടുത്ത, അല്ലെങ്കിൽ അത്തരത്തിൽ അതിർത്തി കടന്നുള്ള ആക്രമണത്തിന്റെ സമയത്തായാലും ലോകം അറിഞ്ഞില്ലെന്നുള്ളേ ഉള്ളൂ. നമ്മളുടെ ഫ്ലൈറ്റ് അല്ലെങ്കിൽ നമ്മളുടെ വിമാനങ്ങൾ പറപ്പിക്കുന്നതിന് വരെ കാർഗിലിന്റെ സമയത്ത് വിമാനങ്ങൾ പറപ്പിക്കുന്നതിന് വേണ്ട പൈലറ്റുമാരെ ഉൾപ്പെടെ അവിടെ എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുകയും ഇസ്രായേലിന്റെ ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് നേരിട്ട് പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരരെ, അല്ലെങ്കിൽ അതിർത്തി കടന്ന് നമ്മൾ നേരത്തെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. ആ സമയത്തും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇതേ നിലപാടായിരുന്നു. അവരാണോ ഇതെങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ആ ഓപ്പറേഷൻ വളരെ കൂടുതലായിട്ട് നമ്മുടെ കൂടെ നിന്നിട്ടുള്ളൂ. അപ്പം ഏത് സമയത്തും പ്രതിസന്ധി സമയത്ത് കൂടെ നിൽക്കുന്ന ഏറ്റവും ആദ്യത്തെ രാജ്യമാണ് ഇസ്രായേൽ. അപ്പൊ ഇസ്രായേലിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ഇതിന് അപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ തിരിച്ചടിക്ക് തീരുമാനം എടുത്തപ്പോൾ തന്നെ നടത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് അതിനകത്ത് ഹഫീസ് വർത്തമാനെ തിരിച്ചു കൊണ്ടിരുന്നതിനും, അല്ലെങ്കിൽ അന്ന് തിരിച്ചു തരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ ആണല്ലോ ഈ ഇന്ത്യയുടെ കൂടെ, അല്ലെങ്കിൽ തിരിച്ചടിക്കുന്നതിന് വേണ്ടി രാത്രിയിൽ ഫൈറ്റർ ജെറ്റുകളുമായിട്ട് അതിർത്തിയിൽ വന്ന് തമ്പടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതേ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പം യുദ്ധം എപ്പോൾ തുടങ്ങും എന്നുള്ളതല്ല, യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് ഔദ്യോഗികമായിട്ട് ഒരു യുദ്ധം, കാരണം നമ്മളിത് മാറ്റി വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിപൂർവമായിട്ട് ഈ കാര്യങ്ങൾ നീക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടാനുണ്ട്. ഇതിനകത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ ബംഗ്ലാദേശിനെ ഒക്കെ ഉൾപ്പെടെയുള്ളവരെ ഡീസ്റ്റെബിലൈസ് ചെയ്ത് പല കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോഴും നമ്മൾ ഇതിനെല്ലാം തരണം ചെയ്ത് പോകുമ്പോൾ ഇനിയൊരു യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എന്താ പറഞ്ഞാലും ഈ പറയുന്നത് പോലെ അവിടെ 10 ഇടുമ്പോഴും, അല്ലെങ്കിൽ 50 ഇടുമ്പോഴും ഇവിടെ 2 വീഴും. അല്ലെങ്കിൽ മറ്റ് വ്യവസായിക, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ മുന്നോട്ടുള്ള എക്കണോമിക്കൽ ഗ്രോത്തിനെ ബാധിക്കും. കാരണം യുദ്ധം ചെയ്യുമ്പോൾ അതിന് സമ്പത്ത് വളരെ കൂടുതലായിട്ട് വേണം, ബാധിക്കും. മാത്രമല്ല വെളിയിൽ നിന്നുള്ള വ്യവസായികൾ അത്ര എളുപ്പത്തിൽ വരുന്നതിന് വേണ്ടി സാധിക്കത്തില്ല. പിന്നെ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒക്കെ സംഭവിക്കും. അപ്പം യുദ്ധം ഒരു നല്ല കാര്യമല്ല. പക്ഷെ നമ്മൾക്ക് ഈ അവസരത്തിൽ യുദ്ധം ചെയ്യാതെ പോകാൻ ഒക്കുന്ന ഒരു അവസ്ഥയില്ല. കാരണം ഈ പറയുന്നത് പോലെ ഇപ്പം ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവും നമുക്ക്, അല്ലെങ്കിൽ അതിർത്തി കടന്നിട്ടുള്ള ഭീകരാക്രമണവും ഒരു രാജ്യത്ത് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരുന്നാൽ ആ രാജ്യത്തിനകത്ത് ഈ പറയുന്നതുപോലെ യുദ്ധത്തിന്റെ സമാനമായിട്ട് മറ്റു രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് വരാതിരിക്കുന്നതിന് നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെയും, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ മേഖലയും ബാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം യുദ്ധം ചെയ്യാൻ, അല്ലെങ്കിൽ യുദ്ധം തുടങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ നദീജല കരാർ റദ്ദ് ചെയ്തപ്പോൾ തന്നെ പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങൾ കരാർ റദ്ദ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യുദ്ധമായിട്ട് കണക്കാക്കും. അപ്പൊ യുദ്ധം തുടങ്ങി എന്നുള്ള കാര്യം ആ സ്ട്രൈക്കോട് കൂടി, അല്ലെങ്കിൽ നമ്മുടെ നയതന്ത്ര തീരുമാനത്തിനകത്ത് ഇത്തരത്തിൽ കരാറുകൾ ലംഘിച്ചപ്പോൾ തന്നെ തുടങ്ങി. പിന്നെ ഇപ്പൊ അതിർത്തിയിൽ ഇപ്പൊ നമ്മൾ ആദ്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യുദ്ധസമാനമാണ്, അല്ലെങ്കിൽ അതിർത്തിയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ അത്ര പ്രകോപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയും എങ്ങനെ ഒരു ദീർഘമായ യുദ്ധത്തിലേക്ക് പോകും, അല്ലെങ്കിൽ എപ്പോ തുടങ്ങും എന്നുള്ളതിനകത്ത് മാത്രമുള്ള തർക്കം. അതൊരു പക്ഷെ ഒരു മുന്നൊരുക്കത്തിനും, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് തയ്യാറെടുപ്പുകൾ. കാരണം ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ ലോകത്ത് സാധിക്കാത്ത രീതിയിൽ, പാകിസ്ഥാനെ ആരും സഹായിക്കാനില്ലാത്ത രീതിയിലേക്കുള്ള ഒരു ഒരുക്കം നടത്തിയതിന് ശേഷമായിരിക്കും ഇന്ത്യ യുദ്ധം ചെയ്യാൻ പോകുന്നത്. അത് ഏത് രീതിയിലാണെന്നുള്ള കാര്യം ഇന്ത്യക്കകത്തെ, അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഏതായാലും പാകിസ്ഥാനെ ഫിനിഷ് ചെയ്യാൻ തന്നെ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പലതിൽ നിന്നും മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഉറ്റുനോക്കുമ്പോൾ മനസ്സിലാവും. തീർച്ചയായും ഇത്തരത്തിൽ ഇന്ത്യ പൂർണ്ണ സജ്ജമാണ് എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇന്ത്യ പല രീതിയിൽ വ്യോമാഭ്യാസം, നാവികാഭ്യാസം ഇതൊക്കെ കഴിഞ്ഞ ഒരു 2 ദിവസത്തിനിടയിൽ നമ്മൾ കണ്ടത്. എന്തായാലും ഒരു യുദ്ധം ആസന്നമായാൽ ഇനി ഔദ്യോഗിക സ്ഥിരീകരണം കൂടെ വന്നാൽ അത് പാകിസ്ഥാനെ എത്രത്തോളം ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടതാണ്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.